ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ 7 months പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഉടനെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പോകുന്ന 7ാം മാസ ചടങ്ങുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വിളിച്ചിട്ട് പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കല്യാണ ബ്ലൗസും അങ്ങനത്തെ എല്ലാ ബ്ലൗസുകളും എടുത്ത് നോക്കിയ സമയത്താണ് കണ്ടത് ബ്ലൗസ് ഒന്നും ഓൾറെഡി എനിക്കറിയാമായിരുന്നു കയറില്ല എന്നുള്ളത്. കാര്യം ഞാൻ വണ്ണം വെച്ചിട്ട് ഉള്ളതായിട്ട് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് പൊളിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ബ്ലൗസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കര ശോകമാണ്. ഈ ലോക്കില്ലാത്ത ബ്ലൗസുകൾ ഏകദേശം 3 തയ്യലൊക്കെ അവർ ബ്ലൗസിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ തപ്പി വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ കയ്യിലുള്ള സാരിയുടെ എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എത്ര സാരി ഉണ്ടെന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ഒരുപാട് സാരി ഉണ്ടെന്നല്ല, നമ്മളിങ്ങനെ നമ്മളുടെ സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുമല്ലോ. നമുക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനത്തെ കാര്യം ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്മയുണ്ടല്ലോ, അമ്മയുടെ ഇഷ്ടം പോലെ സാരി നമുക്കെടുത്ത് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ കുറച്ച് സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അമ്മയുടെ നിന്ന് ഇസ്കി എടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാരിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം, എൻ്റെ കയ്യിലുള്ള സാരി കളക്ഷൻ്റെ വീഡിയോ. കൂടിപ്പോയി 10-15 സാരിയെ കാണുള്ളൂ, ഓവറായിട്ടൊന്നും കാണുന്നില്ല. എങ്കിലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നോക്കാം, എനിക്ക് തന്നെ ഒന്ന് ഓർത്തെടുക്കാമല്ലോ എത്ര സാരി എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ പഴയ സാരി എന്ന് പറയുമ്പോൾ അത്രയും വർഷമുള്ള മുമ്പുള്ളതായിരിക്കും. ചിലപ്പം ഞാൻ ഫസ്റ്റ് ടൈം സാരി ഉടുക്കാൻ നേരത്ത് വാങ്ങിച്ച സാരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാരികളുണ്ട്. അപ്പോൾ നമുക്ക് ആ സാരിയുടെ കളക്ഷൻ ഒന്നും അപ്പോഴും തന്നെ സാരി ബാക്കി ഡ്രസ്സിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി ഒരു പെട്ടിക്കകത്താണ് ഞാൻ വന്നപ്പോഴും ഒരു പെട്ടിക്കകത്താണ് സാരി എല്ലാം കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാരികളെല്ലാം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കഴുകി മടക്കിയൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ ആ പെട്ടിക്കകത്ത് തന്നെയാണ് വെക്കുന്നത്, വേറെ അലമാരിക്കകത്തൊന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ആമാട പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം എല്ലാ സാരി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, വേറെ ഒരിടത്തും കാണൂല. ഇങ്ങനെ സാരി അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കും, നോക്കും, അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് പിന്നീട് അതിനിങ്ങനെ കുത്തിമറിച്ച് നോക്കിയിട്ടൊന്നുമില്ല. ആമാടപ്പെട്ടി ഇവിടെ വെച്ചേക്കാണ്. ഇതാണ് എൻ്റെ ആമാടപ്പെട്ടി. ഇത് കുത്തി നിറച്ചാണ് ഞാൻ സാരി വെച്ചേക്കുന്നത്. എല്ലാ സാരിയും ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ആക്കിയിട്ടുണ്ട്. കല്യാണ സാരി ഇപ്പോൾ ഞാൻ കല്യാണ സാരി അഖിലിൻ്റെ, എൻ്റെ കല്യാണ സാരി, റിസപ്ഷൻ്റെ ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഗിൻ്റെ അകത്ത്, ഇത് കണ്ടോ, ഈ ബാഗിൻ്റെ അകത്താണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് പോകാൻ സമയമായതുകൊണ്ട് ആ സാരിയുടെയൊക്കെ അവസ്ഥ നോക്കണമല്ലോ. ഇടയ്ക്ക് ഞാൻ ഒരു വട്ടം എടുത്ത് അത് വെയിലത്തൊക്കെ ഇട്ടൊക്കെ ഉണക്കി എല്ലാം പറക്കിയൊക്കെ വെച്ചതാണ്. വീണ്ടും ഞാൻ ഒന്നും കൂടി എടുത്ത് അതിനെ വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ച്, പിന്നെ അതും കൂടി ഞാൻ ഈ സാരിയും കൂടി ഇതിൻ്റെ അകത്തെടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇതിപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ എൻ്റെ അമ്മയുടെ പറ്റി പറഞ്ഞ സാരിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫാൻസി സാരികൾ അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന സാരികൾ എൻ്റെ കൂടുതൽ പട്ടുസാരി, നേരിയ സാരി, ഇങ്ങനത്തെ സാരികളേ ഉള്ളൂ. മിക്കവാറും ഞാൻ കല്യാണങ്ങൾ, അതേപോലെ തന്നെ കല്യാണങ്ങൾക്ക് തന്നെ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആകെ ഞാനൊരു ഇത്തിരി ഫാൻസി നല്ലൊരു സാരി എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ കല്യാണ റിസപ്ഷനാണ്. ബാക്കിയുള്ള റിസപ്ഷന് നമ്മൾ സാധാ ഡ്രസ്സൊക്കെ അല്ലേ ഇടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ക്ലോസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നല്ല ക്ലോസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമേ എന്തെങ്കിലും സാരിയൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളൂ എനിക്ക് വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അനിയത്തിയുടെ കല്യാണ റിസപ്ഷനാണ് ഞാൻ ഇത്തിരി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ റിസപ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള സാരി ഞാൻ എടുക്കുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ ഫാൻസി സാരി ഒട്ടുമില്ല. ബാക്കി എല്ലാം ഉള്ളത് എൻ്റെ കയ്യിൽ പട്ട് സാരി, അങ്ങനത്തെ സാരികളാണുള്ളത്. അമ്മയുടെ നിന്ന് എടുത്തതാണെങ്കിലും തന്നെ ഒരുപാട് വർക്കൊന്നുമില്ല. അമ്മയും അങ്ങനെ വർക്കുള്ള യൂസ് ചെയ്യുന്ന ടൈപ്പ് സാരികളൊന്നുമില്ല, അല്ലാത്ത സാരികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പഴയ സാരിയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ 500-ൽ കൂടുതൽ വാങ്ങിക്കാത്ത ഇതാണ്. പിന്നെ കല്യാണം, എൻ്റെ കല്യാണം, എൻ്റെ അനിയത്തിയുടെ കല്യാണം, ഇതിനൊക്കെയാണ് ഞാൻ നല്ല റേറ്റിനുള്ള സാരി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ സാരി എന്ന് പറഞ്ഞാൽ ഇത് തുറന്നിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. മാക്സിമം സാരി ഞാൻ കാണിക്കുമ്പോൾ ഇത് ഞാൻ ഉടുത്തിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇപ്പം ആദ്യത്തെ സാരി ഇതാണ്. ഇത് വന്നിട്ട് എനിക്ക് ഇവിടെ വാങ്ങിച്ചു വെച്ച എനിക്കായിട്ട് വാങ്ങിച്ചതല്ല, അഖിലിൻ്റെ അമ്മയ്ക്ക് വെച്ചിരുന്നൊരു സാരിയാണ്. അപ്പോൾ അത് എനിക്ക് തന്നതാണ്. ഇത് അന്ന് ഞാൻ ഇതിൻ്റെ നോക്കുമ്പോൾ 2000 സംതിങ് റേറ്റാണ് ഉണ്ടായിരുന്നത്. 2400 എത്രയാണെന്ന് തോന്നുന്നു, 2400 എത്രയാണെന്ന് തോന്നുന്നു. ആർക്കേന്ന് വാങ്ങിച്ചതാണ്. ഇതാകെ ഞാൻ ഒരേ ഒരു വട്ടം ഉടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ഒരു വട്ടം ഉടുത്തപ്പം അഖിൽ കണ്ടിട്ട് വന്ന് വയർ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു, അതുകൊണ്ട് ഉടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ
നിരുത്സാഹപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കല്യാണത്തിന് വേണ്ടി കൊടുത്തതാണ്. അപ്പം ഞാൻ അത് തന്നെ മാറ്റിക്കളഞ്ഞു. ആകെ ഞാൻ ഒരേ ഒരു വട്ടേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇത് എൻ്റെ സ്വന്തമായൊരു സാരിയാണ്. പിന്നെ നെക്സ്റ്റ് സാരി, ഇതെൻ്റെ കല്യാണ സാരിയാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും എൻ്റെ കല്യാണ സാരി. ഇതാണ് എൻ്റെ കല്യാണ സാരി. ഇവിടെ നിന്ന് എടുത്ത് തന്ന സാരി. ഇതിന് 27,000 രൂപ അടുപ്പിച്ചുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ആലോചിക്കുന്ന എന്തിനു വേണ്ടി ഇത്രയും റേറ്റിന് എടുത്തതെന്ന്. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പിന്നെ ഉപയോഗിക്കുക പോലും ഇല്ല. നമ്മൾ എന്തെങ്കിലും ഇത് ഇനിയിപ്പോൾ 7 മാസത്തെ ചടങ്ങിന് നമ്മളെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ സാരിയൊക്കെ നമ്മളെ കല്യാണ സാരി എന്ന് പറഞ്ഞാൽ നമുക്കിത്തിരി വിലയുള്ളത് ഇരിക്കട്ടെ എന്നുള്ള ഇതിൽ, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഇത്രയും വിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുത്തു തരുന്നുണ്ട്, അവർക്കും കാണുമല്ലോ എന്ന് വെച്ചാൽ ഇത്രയൊക്കെ എടുത്തു തരണമെന്ന് അവർക്കൊരാഗ്രഹം കാണുമല്ലോ. നമ്മൾ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് പറയാം കുഴപ്പമില്ല, നമുക്ക് ഇത്രയൊക്കെ മതി. അവർ തന്നെ എടുത്തു തരുമ്പോൾ അവർക്കൊരു ഇത് കാണുമല്ലോ, ഇത്ര രൂപയ്ക്കുള്ളത് എടുത്തു കൊടുക്കണമെന്ന്. അങ്ങനെ എടുത്തതാണ്. ഇതാണ് അപ്പോൾ എൻ്റെ കല്യാണ സാരി. ഇത് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ വെച്ചേക്കുന്ന സാരി. അടുത്ത് ഇതൊരു നേരിയ സാരിയാണ്. ഇത് എൻ്റെ സാരിയല്ല, ഇത് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന സാരിയാണ്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചു കൊടുക്കണം. അപ്പം എന്താ സാരി, ഇത് എത്ര രൂപയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് നേരിയ സാരി. ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കളർ തപ്പി വാങ്ങിച്ച സാരിയാണ്. ഇത് ആക്ച്വലി എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാൻ കൊടുത്ത സാരിയാണ്. ഇതാണ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഓൺലൈനൊക്കെ നോക്കിയിട്ട്, ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനല്ല, ഞാൻ ഇങ്ങനെ കണ്ടപ്പം മീഷോയിലൊക്കെ നോക്കിയപ്പോൾ ഒരു പെൺകൊച്ച് ഉടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടതാണ് ഇതേ കളറിൽ സാരി. അങ്ങനെ ഞാൻ നോക്കി അങ്ങനെ എനിക്ക് ഈ കളർ തന്നെ വേണമെന്ന് പറഞ്ഞ് റെഫറൻസ് എടുത്തിട്ട് പോയിട്ട് വാങ്ങിച്ച സാരിയാണ്. പക്ഷേ ഇത് റേറ്റ് കേട്ടപ്പോൾ എനിക്ക് ഇത്തിരി സങ്കടം വന്ന്. 5,000 രൂപയുണ്ട് ഈ സാരിക്ക്. അപ്പം അനിയത്തിയുടെ കല്യാണം അവർ എടുക്കാൻ പോയ കടയിൽ അവർ പറഞ്ഞു അനിയത്തിയുടെ കല്യാണമല്ലോ, അപ്പോൾ ഇത്ര ആലോചിക്കേണ്ട കാര്യമുണ്ടോയെന്ന്. ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ആലോചിച്ചു, പിന്നെ അവളുടെ കല്യാണത്തിന്. അപ്പം ഞാൻ ഇങ്ങനെ സാരി എടുക്കുന്ന കാര്യം, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയുണ്ട്. പക്ഷേ റേറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം. എങ്കിലും കുറേ വർഷം ഇരിക്കും, നമുക്ക് ഉടുക്കാൻ പറ്റും. എനിക്ക് പക്ഷേ ഈ സാരി ഉടുത്തപ്പോൾ ഞാൻ അന്ന് നല്ല ഉണക്കിയായിരുന്നു. ഇപ്പം ഞാൻ ഇത്തിരി വണ്ണം വെച്ച് അപ്പോൾ ഈ അന്ന് ഉണക്കിയായിരുന്നപ്പം അത്ര എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് സാരി ഉടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് പെട്ടെന്ന് എനിക്ക് ഉടുക്കാൻ പറ്റുന്നത് സാരിയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ, കോവിലിൽ പോകുമ്പോഴായാലും എവിടെ പോയാലും എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മ പണ്ടുതൊട്ടേ സാരി, വീട്ടിലാവുമ്പോഴും സാരിയാണ് ഉടുക്കുന്നത്. അമ്മ പാലക്കാടുള്ളതാണ്. അപ്പം ആ ഒരു പണ്ടത്തെ ഇതിൽ തന്നെ വീട്ടിലുള്ളപ്പോഴും സാരിയാണ്, പുറത്ത് പോകുമ്പോൾ സാരിയാണ്, വേറെ ഒരു ഇത് ഉടുക്കൂല അമ്മമ്മ. അങ്ങനെ അമ്മമ്മയെ കണ്ട് ഞാൻ കുഞ്ഞിലെ അമ്മമ്മയുടെ സാരി എടുത്തിങ്ങനെ ചുറ്റി എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്നത് സാരിയാണ്. വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് കോവിലിൽ പോകാനായാലും എവിടെ പോകാനായാലും എനിക്ക് സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് എന്തായാലും ഞാൻ ഉടുക്കും. ഞാൻ സാരി ഉടുക്കാതിരിക്കില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, 5,000 രൂപയായാലും പ്രശ്നമില്ല എന്ന രീതിയിൽ ഞാൻ വെച്ചേക്കാണ്. പിന്നെ അടുത്ത സാരി, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫാൻസി സാരി. എൻ്റെ അനിയത്തിയുടെ കല്യാണ റിസപ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാരിയാണ്. ആക്ച്വലി എന്നെ മീഷോയിൽ നിന്ന് പറ്റിച്ചതാണ് ഇത്. പക്ഷേ മീഷോയിൽ നിന്ന് എടുത്തതല്ല. മീഷോയിൽ ഞാൻ ഇതേപോലത്തെ സാരി കണ്ടിട്ട് ഓർഡർ ചെയ്തപ്പോൾ അതിന് 1,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ മീഷോയിൽ ഓർഡർ ചെയ്തപ്പം. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ഓർഡർ ഇങ്ങനെ ക്യാൻസലായിപ്പോയി. കല്യാണത്തിന് 4-5 ദിവസം മുമ്പ് കിട്ടുമെന്നാണ് അതിൽ കൊടുത്തിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും കിട്ടാതായപ്പോൾ പിന്നെ ഞങ്ങൾ കടയിൽ പോയി എടുത്തതാണ്. പക്ഷെ ഇങ്ങനെ ഇതല്ല ഉദ്ദേശിച്ചത്. ഞാനും അഖിലും ഇതല്ല ഉദ്ദേശിച്ച സാരി. ഇത് പക്ഷെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ പിന്നെ സാറ്റേണ്ട പാവാട വെച്ച് അടിച്ച് അങ്ങനെയാണ് ഉടുത്തത്. ഞാൻ ഇങ്ങനത്തെ സാരിയല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ തന്നെ ബ്ലാക്കിൽ ഇങ്ങനെ കല്ലൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ ആ സാരി കണ്ടില്ല. പിന്നെ ലാസ്റ്റ് കട്ട് വേണ്ട, പിന്നെ ഒരുപാട് കൺഫ്യൂഷൻ അടിക്കാനൊന്നും നിൽക്കാതെ ഈ സാരി എടുത്ത്. ഇത് 2,000 സംതിങ് എന്തോന്ന് ഇതിൻ്റെ റേറ്റ്. ഇത് ഞാൻ അവളുടെ റിസപ്ഷന് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരുടെ റിസപ്ഷനൊന്നും വന്നില്ല പിന്നീട് അതിന് ശേഷം ഉടുക്കാനായിട്ട്. ഞാൻ സാരി ഇങ്ങനെ റിസപ്ഷനൊന്നും അങ്ങനെ ഇതേപോലത്തെ സാരി ഉടുക്കേണ്ട ഒരു ഇവൻറ്റും വന്നില്ല. അതുകൊണ്ട് ഇതങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ബ്ലൗസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇതിനൊക്കെ ഇനി ഞാൻ പുതിയതായിട്ട് ബ്ലൗസ് തയ്ക്കേണ്ടി വരും.
പിന്നെ അടുത്തത് ഇതൊരു സെറ്റും മുണ്ടുമാണ്. ഫ്രണ്ടൊക്കെ എടുക്കാൻ പാടാണ്. ഇതൊരു സെറ്റ് മുണ്ട് നേരിയതുമാണ്. ഇത് എൻ്റെ അമ്മായി, എൻ്റെ മദർ ഇൻ ലോ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ബർത്ത്ഡേക്ക്. ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്, ആദ്യം ഒരു ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ളൂ, ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത നേരിയതും മുണ്ടുമാണ്. എനിക്ക് മെയിനായിട്ട് നേരിയത് മുണ്ടൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നേരിയത് അത്ര നീളമൊന്നും തികയില്ല. ഇങ്ങനെ പ്ലീറ്റ് ഒരുപാടൊന്നും വരില്ല. ഇതാണെങ്കിൽ തന്നെ എനിക്ക് 2 പ്ലീറ്റേ വന്നിട്ടുള്ളൂ. 2 പ്ലീറ്റ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നൊക്കെ കുത്തിയാണ് കൊണ്ടുപോയത്. അന്ന് ഞാൻ ഉടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ ഒരു വട്ടം വയറ് വന്നതിന് ശേഷം ഉടുക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങൊന്നും എത്തുള്ളൂ. ഇങ്ങനെ പാവാട ചുറ്റി പോലെ ആയിപ്പോയി. എന്ന് വെച്ചാൽ പ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇത്ര വയറ് വന്നുകൊണ്ട് ഇങ്ങനെ പ്ലീറ്റൊന്നും എടുക്കാൻ ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ചേക്കാണ്. ഇനി കുഞ്ഞാവയൊക്കെ വന്നതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അതോടെ വെച്ചേക്കാണ്. ഇതിന് ഞാൻ ഒരു ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലൗസ് ഇപ്പോൾ കയറുന്നില്ല. പകരം വേറെ ബ്ലൗസിന് ഞാൻ പൊളിച്ചൊക്കെയാണ് ഒരു പ്രാവശ്യം ഇട്ടു. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടല്ല, ഞാൻ പൊങ്കാല ഇടാൻ വേണ്ടി ഇത് ട്രയലൊന്ന് ചെയ്തപ്പോഴാണ് എനിക്ക് വയറുള്ളതുകൊണ്ട് ഇങ്ങനെ ഉടുക്കാൻ പറ്റൂല എന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇതിനെ മാറ്റിയിട്ട് വേറെയാണ് ഇപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത സാരി ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു സാരിയാണ്. ഇത് ഇതിന് എന്തോ പറയുമല്ലോ, ഓയിൽ സാരി എന്നാണ് പറയാൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓയിൽ സാരി എന്നാണ് പറയുന്നത്. ഇത് അമ്മയുടെ സാരിയാണ്. ഞാൻ ഇത് അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. അല്ല, അമ്മയുടെ പറഞ്ഞിട്ട് തന്നെ വന്നത്. കല്യാണത്തിന് മുമ്പ് നമുക്കെന്നായിട്ട് സാരിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്ന സാരിയാണ് ഇത്. അമ്മയ്ക്കും അറിഞ്ഞുകൂടെയായിരിക്കും വില. കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ നിന്ന് അമ്മ എടുത്തതാണ്. അതുകൊണ്ട് അമ്മയ്ക്കും അറിഞ്ഞൂടെ വില. പണ്ടത്തെ സാരിയാണ്. ഞാനിത് അമ്പലത്തിൽ കോവിലിൽ പോകാൻ വേണ്ടി തന്നെ ഉടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് എല്ലാവരും കാണുന്ന ഒരു സാധനമായിരിക്കും ഈ സാധനം. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ്. എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ് ഇത്. ഒരു വ്യക്തി ഇത്രത്തോളം എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെപ്പോലെ ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള എല്ലാ ഫംഗ്ഷനും മാക്സിമം ഉള്ള ആറ്റുകാൽ പൊങ്കാലയാവട്ടെ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം, എൻ്റെ ഒരു കസിൻ്റെ കല്യാണം, പുറത്ത് വേറെന്തിനോ പോയപ്പോൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ്. അത് എൻ്റെ മാമിയുടെ മോളും പറയും, നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന്. അത്രയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ബ്ലൗസും ഇപ്പം ഒരിതായിട്ട് കിടക്കുകയാണ്. ഞാൻ ആറ്റിൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ആ ബ്ലൗസ് എടുത്ത് ഇട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കയറില്ല. അന്ന് ആ ദിവസമാണ് ഞാൻ എല്ലാ ബ്ലൗസും എടുത്ത് കുടഞ്ഞിട്ട് നോക്കിയത്. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒറ്റ ബ്ലൗസും എനിക്ക് കയറില്ല എന്നുള്ള കാര്യം. അപ്പം എൻ്റെ നിധിയായിട്ടുള്ള എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ്, ഇതൊക്കെ ബ്ലൗസാണ്. ഞാൻ പൊളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ്. ഇത് പാവാട. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഫാൻസി സാരിയുടെ കൂടെ ഞാൻ എടുത്ത സാറ്റേണിൻ്റെ പാവാട. അടുത്തത് വന്നിട്ട് ഈ ടിഷ്യൂ സാരി. ഈ ടിഷ്യൂ സാരി വന്നിട്ട് 650 രൂപയാണ്. ഇത് ഒരു 2019 2020 കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്, കൊറോണ 2019 ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതൊരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തന്നെയാണ് ഞാൻ എടുത്ത് ഉടുത്തതും. ഞാൻ വാങ്ങിച്ചതാണ്. ഇത് 650 രൂപയ്ക്ക് വാങ്ങിച്ച സാരിയാണ്, ടിഷ്യൂ സാരി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരുപാട് എടുത്ത് ഉടുത്തിട്ടുമുണ്ട്. പിന്നെ മാക്സിമം എനിക്ക് സെറ്റുമുണ്ട് അങ്ങനത്തെ ഇതൊക്കെ എടുക്കുമ്പോൾ, ഏത് സാരിയൊക്കെ എടുക്കുമ്പം പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ എടുക്കും. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളതേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസൊക്കെ, നമുക്കതിൽ ഇഷ്ടമുള്ള ബ്ലൗസൊക്കെ ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള ഇത് ഞാൻ ഒരുപാട് വട്ടം ഇട്ടിട്ടുള്ളതാണ്. പിന്നെ അടുത്തൊരു സാരി എന്ന് പറയുന്നത് ഈ ഒരു സാരിയാണ്. ഇത് വന്നിട്ട് എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ഇതെനിക്ക് വന്നിട്ട് 650 രൂപ എന്തോ ആണ്. രാമചന്ദ്രയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്.
650 രൂപയാണ്. ഇത് വന്നിട്ട് ഞാൻ വിരുന്നിന് പോയപ്പം തിരിച്ച് വീട്ടിലോട്ട് വിരുന്നിന് പോയപ്പോൾ ഈ സാരി ഉടുത്തിട്ടാണ് പോയത്. ഇതെനിക്ക് അമ്മ വാങ്ങിച്ചു തന്ന സാരിയാണ്. വിരുന്നിന് എന്തിനെങ്കിലും ഉടുക്കുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്ന സാരിയാണ്. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. ഇതിന് പിന്നെ എൻ്റെ സാരിയുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നീളമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചധികം പ്ലീറ്റൊക്കെ വേണം. പ്ലീറ്റ് വേണമെന്നുള്ളതുകൊണ്ട് ഒന്നും ഞാൻ വിത്ത് ബ്ലൗസ് അല്ല എടുക്കണം, അതും കൂടി വെച്ചിട്ടാണ് ഞാൻ ഉടുക്കുന്നത്. ഞാൻ ഇതുമായിട്ട് മാച്ചായിട്ടുള്ള ബ്ലൗസുകൾ എടുത്ത് തയ്ക്കുകയാണ് ചെയ്യണത്. ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും കട്ട് ചെയ്യില്ല. എൻ്റെ കല്യാണ സാരിയുടെ മാത്രമാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തെടുത്തത്. ബാക്കി ഒരുവിധപ്പെട്ട എല്ലാം ഞാൻ ബ്ലൗസ് വാങ്ങിച്ച് വേറെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടാണ് തയ്ക്കുന്നത്. അങ്ങനെ ഇതൊരു സാരി. പിന്നെ ഈ സാരി, എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാരിയാണ്. ഇതെൻ്റെ അമ്മയുടെ സാരിയാണ്. ഈ ബ്ലൗസൊന്നും കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും എനിക്കിപ്പോൾ കയറൂല. അന്നേ എനിക്ക് ടൈറ്റായിരുന്നു. ടൈറ്റായിട്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ കയറ്റിയത്. ഇതിപ്പോൾ ഒട്ടും കയറില്ല. ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ്. അമ്മയുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് അമ്മ വാങ്ങിച്ച സാരിയാണ്. ഞാനൊക്കെ അന്ന് 1ലോ 2ലോ പഠിക്കുന്ന സമയത്ത്. ഇപ്പം ഞാൻ അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിയ സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സിൽവറാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് സിൽവറിൻ്റെ ബോർഡറാണ്. ഇതൊരു കല്യാണത്തിന് എടുത്തിട്ടുണ്ട്. അഖിലിൻ്റെ തന്നെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം. ഞങ്ങളെ കല്യാണത്തിന് മുമ്പ് ആ കല്യാണത്തിന് ഞാൻ വന്നപ്പോൾ ഇത് എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. നല്ല നല്ല തുണിയാണ്. നമുക്കിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതിനൊക്കെ എനിക്ക് ബ്ലൗസ് എടുത്താലേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് അമ്മയുടെ കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ഒരു സെറ്റ് സാരി തന്നെയാണ്. ഇങ്ങനെ ഒരു ചെറിയ ഗോൾഡിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള സെറ്റ് സാരി. ഇത് അമ്മയുടെ തന്നെയാണ്. അമ്മയുടെ ഞാൻ എടുത്തിട്ട് വന്ന സെറ്റ് സാരിയാണ്. ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടൊന്നുമില്ല, ഇങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ പൈസ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എത്രയാണെന്നൊന്നും. പിന്നെ അടുത്തൊരു സാരി പറയുന്നതാ ഈ ഒരു നീല കളർ സാരിയാണ്. ഇത് ഞാൻ നല്ല കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം സാരി എടുത്ത സാരിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ സാരി. ഇത് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി എടുത്തതാണ്. എൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ സാരി എടുക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ്. എൻ്റെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് 2018 മാർച്ചിലായിരുന്നു തോന്നുന്നു പൊങ്കാല. എന്ന് വെച്ചാൽ +2 ലാസ്റ്റ് ആയിരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി എനിക്ക് ഫസ്റ്റ് സാരി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച സാരിയാണ്. ഇത് അന്ന് എനിക്ക് തോന്നുന്നത് 700 രൂപ എന്തോ ആണ്. 700 രൂപയാണ് ഈ സാരി. നല്ല സാരിയാണ്. പക്ഷേ ഇതിൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കൊന്നും ഈ സാരി ഉടുത്തിട്ടില്ല. എനിക്കൊന്നും ഒരു 7 വർഷത്തിന് ഇപ്പം ഞാൻ ഇതുവരെ എന്തായാലും ഇത് ഉടുത്തിട്ടില്ല. 7 വർഷത്തിന് കണ്ടിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സാരി നല്ല കളറാണിത്. അന്ന് എനിക്ക് ഇതിൻ്റെ കൂടെ ഇതിനും വിത്ത് ബ്ലൗസ് അല്ല ഉണ്ടെങ്കിൽ അത് ഉടുത്തിട്ട് ഞാൻ വേറെ വെളിയിൽ നിന്ന് എടുത്തിട്ടാണ് ഇതേ ഒരു കളറ് വെളിയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ തച്ചത്. ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ ഇടാം. അടുത്ത് ഈ ഒരു സാരി. ഈ ഒരു സാരി വന്നിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഓണത്തിന് അഖിൽ കൊണ്ടുവന്ന് തന്നതാണ്. ഇവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന ഓണക്കോടിയായിട്ട് കൊണ്ടുവന്ന സാരിയാണ്. ഇത് 4000 രൂപ സംതിങ് ആണ് ഇതിൻ്റെ വില. ഇത് ഞാൻ ഒരു 3 ഉടുത്തിട്ടുണ്ട്, 3 പ്രാവശ്യം ഉടുത്തിട്ടുണ്ട്. ആ ഓണത്തിന് ഉടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഇവിടെ വന്നിട്ട് ഞാൻ ഉടുത്തു. പിന്നെ ഒരു കല്യാണത്തിനെടുത്തു. ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. എനിക്ക് സാരിയൊക്കെ പെട്ടെന്ന് ഞാൻ മടക്കി ഒതുങ്ങി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാരിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് കിട്ടുന്ന ഒരു സാരിയും എനിക്ക് മുമ്പുള്ള ഒരു കളറായിരിക്കില്ല. അതേപോലത്തെ വേറെ കളറിലുള്ള സാരികളായിരിക്കും ഞാൻ മിക്കവാറും എനിക്കുള്ളത്. അതെ, ഈ ഒരു സാരി. അടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഇത് മഷിനീല എന്നാണെന്ന് തോന്നുന്നത്. മഷിനീലയല്ലേ ഇത് പറയാം? മഷിനീലയും പിന്നെ ഓറഞ്ച് കളർ ബോർഡർ വന്നിട്ടുള്ള സാരിയാണ്. ഈ സാരി എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. ആ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600 രൂപ എന്തോ ആണ്. അത്ര ഇതൊക്കെ രാമചന്ദ്രൻ തന്നെ എടുത്തതാണ്. 600 രൂപ സംതിങ് എന്തോ ആണ് ഇത്. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ പ്ലീറ്റ് എടുക്കാൻ ബോർഡർ നമുക്കിങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അളവിനല്ലേ പ്ലീറ്റ് എടുക്കുക. ഇതിന് ബോർഡറില്ല, പ്ലെയിനാണ്.
ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇത് കുറേ കഷ്ടപ്പെട്ടാണ് ഇതിന് പ്ലീറ്റ് എടുക്കുന്നത്. ഇത് നല്ല എനിക്ക് ഇഷ്ടമാണ്. ഈ കളറ്, ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും ഞാൻ കല്യാണത്തിന് ശേഷം ഉടുത്തോന്ന് ചോദിച്ചാൽ ഇല്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. കല്യാണത്തിന് ശേഷം ഇതൊന്നും ഉടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു സാരി എൻ്റെ അമ്മായി, എൻ്റെ മദറിൻലോ തന്നെ തന്നതാണ്. എവിടെ പോയിട്ട് വന്നപ്പോൾ അമ്മ കൊണ്ടുവന്ന സാരിയാണ്. ഞാൻ ഇതും ഉടുത്തിട്ടില്ല. പടപടാന്നിരിക്കുന്ന സാരിയാണ്, പക്ഷേ ഒതുക്കി ഉടുക്കാൻ പറ്റും. ഞാൻ പക്ഷേ ഇതുവരെ ഇത് എടുത്തില്ല. ഇതെങ്ങനെയാണ് ഞാൻ വെച്ചേക്കുകയാണ് ഈ ഒരു സാരി. ഇത് എത്ര രൂപയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കവറിൽ തന്നെ ഇട്ട് വെച്ചേക്കുകയാണ്. ഉടുക്കണം. അടുത്തൊരു സാരി. ഈ സാരി ഞാൻ കല്യാണ സമയത്ത് തന്നെ എടുത്ത സാരിയാണ്. ഇത് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി, നമ്മൾ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം, കല്യാണത്തിൻ്റെ അന്ന്, ഇപ്പം ആർക്കും അതിന് സമയമൊന്നുമില്ല. സാധാരണ പണ്ടൊക്കെ എൻ്റെ കുഞ്ഞമ്മ, അവരുടെയൊക്കെ ആ സമയത്ത് കുഞ്ഞമ്മയ്ക്ക് രാവിലെ അമ്പലത്തിൽ പോയിട്ടാണ് പിന്നെ കല്യാണത്തിനൊക്കെ പോകണം. പക്ഷേ ഇപ്പം എല്ലാവരും രാവിലെ 4 മണിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ആരും അങ്ങനെ രാവിലെ പോകില്ല, തലേദിവസമൊക്കെ പോകും. എൻ്റെ കല്യാണത്തിന് അങ്ങനെയാണ്, ഞാൻ തലേദിവസമാണ് പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സാരിയാണിത്. ഇത് 600 രൂപ എന്തോ ആണ്. ഞാൻ രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നേരത്തെ എൻ്റെ അമ്മ വാങ്ങിച്ചെന്ന സാരിയുടെ കൂടെ ഒരുമിച്ച് വാങ്ങിച്ചതാണ്. 600 രൂപ എന്തോ ആണ്. ഇത് ഞാൻ ഒരു വട്ടം തന്നെ എടുത്തത്. അടുത്ത് ഈ ഒരു സാരി വന്നിട്ട്, ഇത് അമ്മമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്തോ ആണ്. എന്നിട്ട് അമ്മമ്മയ്ക്ക് അത് അമ്മമ്മയ്ക്കാണോ അച്ചാമ്മയ്ക്കാണോ ആർക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സാരി വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടപ്പെടാതെ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ എന്തോ എടുത്തത് സാരിയാണ്. ഒരു ഓണ സമയത്തോ എന്തിനോ, അല്ല ഇതെൻ്റെ കല്യാണ സമയത്ത് തന്നെ ഉള്ള സാരിയാണെന്ന് തോന്നുന്നു. ഇത് എത്ര രൂപയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ ഉടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഉടുത്തിട്ടില്ല എന്ന് തോന്നണം. എനിക്ക് ഓർമ്മയില്ല ഇത് ഉടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന്. പിന്നെ എൻ്റെ ഉള്ളത് അല്ലറ ചില്ലറ കാപ്പിരി സാരികളാണ്. ഇത് 3 സാരി. ഈ 3 സാരി ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്. അപ്പോഴത്തെ ത്വര കൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്. പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഈ സാരിയൊക്കെ ഞാൻ ഉടുക്കുമായിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ട് വന്നത്. എന്തായാലും ഞാൻ ഉടുക്കാൻ പോകണില്ല. ചിലപ്പോൾ ഇതിനൊക്കെ ഈ പച്ചയ്ക്കൊക്കെ കുറച്ച് നല്ല വർക്കുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതും അതേപോലെ തന്നെ നല്ല എനിക്ക് വർക്കുള്ള ബ്ലൗസ് എടുത്തിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊന്നും ഞാൻ ഉടുക്കുന്നില്ല. ഞാനിത് 1 വർഷം കൊണ്ട് ഈ പെട്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്ന സമയത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. 1 വർഷം കൊണ്ട് ഈ പെട്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതിന് ഇപ്പോഴും ഞാനൊരു ബ്ലൗസോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നന്നായി. എൻ്റെ ബാക്കിയുള്ള ബ്ലൗസിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി എടുത്താൽ മതിയല്ലോ ഒന്ന്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാരി ഉള്ളത്. മൊത്തം ഇത് എത്ര ഞാൻ എന്തായാലും തിരിച്ച് അടുക്കി വയ്ക്കുമ്പോൾ എണ്ണിയിട്ട് ഞാൻ പറയാം എത്ര ഉണ്ടെന്ന്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. അങ്ങനെ 21 സാരി. പിന്നെ ഈ ആ സാരി 21 എനിക്കുണ്ട്. ഇതിൽ ഉടുക്കണം, എന്തായാലും ഇനി ഉടുക്കുമല്ലോ, ഉടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാരിയുടെ കളക്ഷൻ വന്നിട്ട്. ഇതിനൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ കുറേ ദിവസം ഇപ്പോൾ ഈ ബ്ലൗസ് എടുത്തില്ല, ആ ഒരു സമയം കൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബ്ലൗസ് എടുത്ത് ഞാൻ കുറച്ച് ദിവസമായി. അപ്പോൾ അത് വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കുറേ നാളായാലും എൻ്റെ സാരിയുടെ ഒരു കളക്ഷൻ്റെ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എൻ്റെ നിന്ന് എത്ര സാരി എടുത്തിട്ട് പോയിന്ന്. അമ്മമാർ അങ്ങനത്തെ ചോദ്യം മക്കളടുത്ത് ചോദിക്കാമോ? അവർക്ക് എന്തുണ്ടോ അതെല്ലാം നമുക്കുള്ളതാണ്. അവരുടെ പാത്രം, കുട്ട, വട്ടി ഇതെല്ലാം നമുക്കുള്ളതാണ്. പാരമ്പര്യമായിട്ട് നമുക്ക് തരേണ്ട കാര്യമാണ്. ഇതിനപ്പുറം ഒരിക്കലും എൻ്റെ അനിയത്തിൻ്റെ കയ്യിലുള്ളത്. അവളാണെങ്കിൽ ഞാൻ പിന്നെ സാരി ഉടുക്കും, അവളാണെങ്കിൽ സാരി ഉടുക്കില്ല, ആക്രാന്തം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേ അമ്മയടുത്ത് പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കണ്ടാൽ മതി എത്ര സാരി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള സാരി. ഇതിനെല്ലാം പുതിയതായിട്ട് ബ്ലൗസ്, കുഞ്ഞാവേക്ക് വന്നതിന് ശേഷം പുതിയതായിട്ട് ബ്ലൗസൊക്കെ തച്ച് ഇടണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര സാരി ഉണ്ട്, നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള സാരി എത്ര കളക്ഷൻ എത്രയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേവറേറ്റ് കളറോ അല്ലെങ്കിൽ ഇത്ര എണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.